ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യയിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു സാക്ഷിയായി നിങ്ങളുടെ ഓരോരുത്തരോടും ഒപ്പം ആയിരിക്കാൻ എനിക്ക് ലഭിച്ച ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർമാനമായി ദൈവവചനം വളരെ ശ്രദ്ധയോടെ വായിക്കുന്നതായിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനായിട്ടുള്ള ബൈബിൾ സൊസൈറ്റിയുടെ പ്രയത്നം, പ്രത്യേകിച്ച് കോട്ടയം ബ്രാഞ്ചിന്റെ ഈ പ്രവർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെ നല്ല വാക്കുകളാൽ സ്വാഗതം ചെയ്ത ബഹുമാന്യനായിരിക്കുന്ന അഡ്വക്കേറ്റ് പി വി ചെറിയാൻ സാറിനോടുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹവും മറ്റു ചുമതലക്കാരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. വലിയ ഒരു ഉത്തരവാദിത്തമാണ് എൻ്റെ മുമ്പിൽ. എത്രത്തോളം അത് ഭംഗിയായി നിർവഹിക്കപ്പെടും എന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പുസ്തകത്തെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രമീകൃതമായിട്ടുള്ള ഈ പഠനം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിന് അഭിവൃദ്ധിക്ക് മുഖാന്തരമായി തീരുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്. ദൈവികമായിട്ടുള്ള നിയോഗങ്ങൾ വിശ്വസ്തയോടെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ആത്മാവിന്റെ ശക്തിയിൽ നിറവേറ്റുവാൻ തീർച്ചയായിട്ടും ദൈവവചനം ശ്രദ്ധയോടുകൂടെ നാം കാണേണ്ടതും പഠിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ നിലയിൽ ചെയ്തതായിട്ടുള്ള ക്രമീകരണം ഏറെ സന്തോഷമുളവാക്കുന്നു. അതിൽ ഞാൻ നിങ്ങളോടൊപ്പം കർത്താവിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ് നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയാം. ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള ഒരു പഠനമാണല്ലോ നമ്മൾ ഇന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. ഇയ്യോബ് മുതൽ ഉത്തമ ഗീതം വരെയുള്ള 5 കവിതാ ഗ്രന്ഥങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ സുവർണ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണ്. യെശയ്യാ പ്രവചനം മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളെ വേദപുസ്തകത്തിൽ പ്രവചന പുസ്തകങ്ങൾ എന്ന് പറയുന്നു. ഏതാണ്ട് BC 750 മുതൽ 450 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായിട്ടുള്ള പ്രവാചകന്മാരുടെ പ്രവചനങ്ങളാണ് ഈ പുസ്തകങ്ങളിൽ കാണുന്നത്. ഇത് പ്രത്യേകിച്ച് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ കാവ്യഗ്രന്ഥങ്ങൾ ഇസ്രായേലിന്റെ സുവർണ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ, ഇത് ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ അന്ധകാര കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതായിട്ടുള്ള പുസ്തകങ്ങളാണ്. പ്രവചന പുസ്തകങ്ങളുടെ വലിപ്പം പരിഗണിച്ച് നമുക്കറിയാം, വലിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ എന്നും ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ എന്നും രണ്ടായിട്ട് പ്രവചന പുസ്തകങ്ങളെ വേർതിരിക്കുന്നുണ്ട്. ഹോശിയ മുതൽ മലാഖി വരെയുള്ള 12 പുസ്തകങ്ങൾ ചെറിയ പ്രവാചക ഗ്രന്ഥങ്ങളായിട്ട് കണക്കാക്കുമ്പോൾ, വലിയ പ്രവാചക ഗ്രന്ഥങ്ങളായിട്ട് കണക്കാക്കുന്നത് യെശയ്യാവും യിരെമ്യാവും എസ്കേലും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകവുമാണ്. അതിൽ ആദ്യത്തേതാണ് ഇന്ന് നമ്മൾ പഠനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. എന്താണ് ഈ പുസ്തകം പഠിക്കേണ്ടതിന്റെ ആവശ്യകത? വളരെ സൂക്ഷ്മതയോടെ ഈ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 4 പ്രധാനപ്പെട്ടതായിട്ടുള്ള പ്രാധാന്യവും 4 പ്രധാനപ്പെട്ടതായിട്ടുള്ള കാരണം ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ പുസ്തകം പഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ അതിന് ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു കാരണമുണ്ട്, പ്രാധാന്യമുണ്ട്. അത്യുന്നതനായിട്ടുള്ള ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഇത്രയധികം വാചാലമാകുന്ന മറ്റൊരു ഗ്രന്ഥം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. പ്രത്യേകിച്ച് പ്രവാചക ഗ്രന്ഥങ്ങളിൽ, പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ദൈവത്തിന്റെ മഹത്വത്തെയും ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളെയും ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങളെയും ഇതുപോലെ വിശദീകരിക്കുന്ന മറ്റൊരു ഗ്രന്ഥം തന്നെ ഉണ്ടായിരിക്കുകയില്ല. രണ്ടാമതായിട്ട്, ഇത് രക്ഷാശാസ്ത്രപരമായിട്ടുള്ളൊരു പ്രാധാന്യം ഇതിനുണ്ട്. മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉന്നതമായ പദ്ധതിയുടെ വ്യക്തമായ ഒരു വിശദീകരണം നമുക്ക് ഈ ഗ്രന്ഥത്തിൽ വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. എന്താ മനുഷ്യനെ കുറിച്ചുള്ള ഉന്നതമായ പദ്ധതി? അവനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. രക്ഷയുടെ മനോഹരമായ ആവിഷ്കാരം ഇതിന്റെ ഓരോ വരികളിൽ നിന്നും വായിച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. മൂന്നാമതായിട്ട്, ക്രിസ്റ്റോളജിക്കൽ റീസൺ ആണ്. ക്രിസ്തു ശാസ്ത്രപരമായിട്ടുള്ള പ്രാധാന്യം യേശുക്രിസ്തുവിനെ വളരെ മനോഹരമായിട്ട് ഈ പ്രവചന ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ ശുശ്രൂഷയെക്കുറിച്ചും ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ ഭാവി വാഴ്ചയെക്കുറിച്ചും വിശദമായി വിവരിച്ചിരിക്കുന്ന ഒരു പഴയ നിയമ പ്രവാചക ഗ്രന്ഥമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. അതുകൊണ്ട് കർത്താവിനെ അടുത്തറിയുവാൻ, കർത്താവിനെ നേരിട്ടറിയുവാൻ, കർത്താവിനെ തൊട്ടറിയുവാൻ നമുക്ക് ഈ പുസ്തകം സഹായകരമാകുന്നു. അതിന്റെ സാധ്യതകളിലേക്കുള്ള ഒരു പ്രവേശനമാണ് ഈ പുസ്തകം നൽകി തരുന്നത്. മൂന്നാമത്, ഒരു മിഷിയോളജിക്കൽ റീസൺ ആണ്. ദൗത്യപരമായിട്ടുള്ള പ്രാധാന്യം. കണ്ടവർ, കേട്ടവർ, അനുഭവിച്ചവർ
അവർ പറഞ്ഞേ മതിയാകിയുള്ളൂ. ഈ പുസ്തകം ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ഉന്നതമായ പദ്ധതിയുടെ വെളിപ്പാടാണ്, ആവിഷ്കാരമാണ്. അത് അനുഭവിച്ചറിയുന്ന, ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി തീരുന്ന ഓരോരുത്തരും യെശയ്യാവിനെ പോലെ മടികൂടാതെ ആത്മനിറവിൽ ഈ ദൈവ സ്നേഹത്തിന്റെ ദൈവികമായ പദ്ധതിയുടെ, മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതിയായ ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷത്തിന്റെ വക്താവായി തീരണം. ഈ പുസ്തകം നമ്മളോട് ആവശ്യപ്പെടുന്നതായിട്ടുള്ള കാര്യവും യു ഗോ ആൻഡ് സ്പെൽ എന്നുള്ളതാണ്. നിങ്ങൾ പോയി ഈ ദൈവത്തിന്റെ ദൈവികമായ സന്ദേശം, സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കുക എന്നുള്ളതാണ്. അത് പ്രതീക്ഷയുടേതാണ്. അത് നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. ആശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും വചനം ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഈ പ്രവചന ഗ്രന്ഥത്തിന്റെ സന്ദേശം ഏറ്റെടുക്കുവാനും പറയുവാനും നിയോഗിക്കപ്പെട്ടവരാണ് ഓരോ ദൈവമക്കളും. അതുകൊണ്ട് ഈ പുസ്തകം പഠിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ദൈവത്തെ അടുത്തറിയുവാൻ, ദൈവികമായ പദ്ധതിയെ തിരിച്ചറിയുവാൻ, ദൈവപുത്രനെ അടുത്തു നിന്ന് കാണുവാൻ, ദൈവിക സന്ദേശം ഏറ്റെടുത്ത് ആ നിയോഗം വിശ്വസ്തയോടെ നിറവേറ്റാൻ നാം ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ യെശയ്യാ പ്രവചനത്തെ ഒഴിവാക്കുവാനായിട്ട് നമുക്കൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഏറെ ആഗ്രഹത്തോടും വാഞ്ചയോടും ഈ പുസ്തകത്തെ സമീപിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഈ പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഇത് 1-ാം വാക്യത്തിൽ തന്നെ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ പ്രവാചകനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമോസിന്റെ മകനായ യെശയ്യാവ് എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെശയ്യാവ് എന്ന പേരിന്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. വേദപുസ്തകത്തിന് ആകമാനം നമുക്ക് നൽകുവാൻ പറ്റുന്നതായിട്ടുള്ള സന്ദേശം അത് തന്നെയാണ്. ദൈവത്തെ അടുത്തറിയുമ്പോൾ ദൈവികമായിട്ടുള്ള സന്ദേശം, ദൈവത്തിൽ നിന്ന് ഉച്ചരിക്കപ്പെട്ടതായിട്ടുള്ള ആ സദ്വാർത്ത, ദൈവം രക്ഷിക്കുന്നു എന്നുള്ളതാണ്. ആ സന്ദേശം തന്നെയാണ് എഴുത്തുകാരന്റെ പേരിൽ കൂടെയും വെളിപ്പെടുന്നത്. ഈ പുസ്തകത്തിൽ ഉള്ളതിന്റെ ഉള്ളടക്കവും അത് തന്നെയാണ്. എന്നാൽ ആമോസിന്റെ മകൻ എന്ന വിവരണം മാത്രമല്ലാതെ ആമോസിനെ പറ്റി പോലും യാതൊരു വിവരണവും നമുക്ക് ഇവിടെ നിന്ന് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കില്ല. ചില പാരമ്പര്യം പറയുന്നത് പ്രവാചകൻ ഒരു കുലീന കുടുംബത്തിൽ നിന്നാണ്, ഉസിയ രാജാവിന്റെ കുടുംബാംഗമായിരുന്നു എന്നൊക്കെയാണ്. എന്നാൽ നമുക്കതിനകത്ത് അത്രത്തോളം വ്യക്തതയില്ല എന്നുണ്ടെങ്കിൽ തന്നെയും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറെ താല്പര്യമുണ്ടായിരുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു യെശയ്യാ പ്രവാചകൻ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകന് 2 ആൺമക്കൾ ഉണ്ടായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യ രാജാവിന്റെ കാലഘട്ടത്തിൽ ഒരു രക്തസാക്ഷിയായിട്ട് ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ട് മരിച്ചു എന്നുള്ളതാണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും. ദൈവവിളിയെ പറ്റി വ്യക്തമായ ബോധ്യവും ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ടതുമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു യെശയ്യാ പ്രവാചകൻ. ഈ പ്രവാചകനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഇത്രത്തോളമാണ്. തന്നെയുമല്ല, 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചതായിട്ടുള്ള വ്യക്തിയായിരുന്നു യെശയ്യാ പ്രവാചകൻ. ഈ പുസ്തകത്തിന്റെ സവിശേഷത എന്തൊക്കെയാണ് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ, പ്രവചനങ്ങൾ എഴുതപ്പെടുവാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ എഴുതപ്പെട്ടതായിട്ടുള്ള പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ഏതാണ്ട് 60 വർഷത്തെ ദൈവജനത്തിന്റെ ചരിത്രം ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. BC 740 മുതൽ 680 വരെയുള്ള ചരിത്രം നമുക്കിവിടെ വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. 4 രാജാക്കന്മാർ, ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് മനുഷ്യരുടെ കാലഘട്ടത്തിൽ കൊല്ലപ്പെടുന്നു. ഈ 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള സംഭവ വികാസങ്ങളെ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 60 വർഷത്തെ ദൈവജനത്തിന്റെ ചരിത്രം ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഈ പുസ്തകത്തിൽ ഒന്നാമത് കാണുന്നതായിട്ടുള്ള സവിശേഷതയും അത് തന്നെയാണ്. ദൈവിക ന്യായപ്രമാണത്തെ കുറിച്ചുള്ള ആഴമേറിയതായിട്ടുള്ള ഒരു അറിവ് ഈ പുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. രണ്ടാമത്, ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിൽ ഏറ്റവും അധികം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു പ്രവചന ഗ്രന്ഥമാണിത്. മൂന്നാമതായിട്ട് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മഹത്വത്തെ ഇത്രയും വാചാലമായി രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ഗ്രന്ഥത്തെ കാണുവാനായിട്ട് സാധിക്കില്ല. 4, ഇത് കേവലം യഹൂദയെക്കുറിച്ച് മാത്രമുള്ളതായിട്ടുള്ള ഒരു പ്രവചനമല്ല, ദൈവജനത്തെക്കുറിച്ച് മാത്രമല്ല ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, മറിച്ച് ഇത് ലോക ജനതകളെയെല്ലാം യെശയ്യാ പ്രവാചകൻ തന്റെ പ്രവചന പരിധിയിൽ ഉൾപ്പെടുത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും.
5, യേശുക്രിസ്തുവിന്റെ രക്ഷണ്യ വേലയെക്കുറിച്ച് ഇത്രയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു പ്രവചന ഗ്രന്ഥവുമില്ല. ദൈവകൃപയുടെ മനോഹരമായ വിശദീകരണവും ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. രക്ഷ എന്നുള്ള പദം ഏറെ ആവർത്തിച്ച് ഈ ഗ്രന്ഥത്തിൽ ഉപയോഗിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തന്നെയുമല്ല, ഇതിന്റെ മറ്റൊരു ആകർഷണീയത എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒരു പരിച്ഛേദം നമുക്ക് ഈ ഗ്രന്ഥത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ബൈബിളിലെ ഒരു ചെറു ബൈബിൾ എന്നാണ് ഈ ഗ്രന്ഥത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം 66 പുസ്തകങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ ഉള്ളതുപോലെ 66 അധ്യായങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ദൈവികമായിട്ടുള്ള ജനത്തിനെതിരെയുള്ള ദൈവികമായിട്ടുള്ള ന്യായവിധിയെ സംബന്ധിച്ചും ദൈവം അവർക്ക് ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള വിടുതലിനെ സംബന്ധിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. വേദപുസ്തകത്തിന്റെ ഒരു ചിന്താവിഷയം രക്ഷ എന്നുള്ളതാണെങ്കിൽ ഈ പുസ്തകത്തിൽ ആകമാനം ആ നിലയിൽ രക്ഷയുടെ മഹത്വത്തെ വിവരിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നുള്ള പ്രയോഗം ഏതാണ്ട് 62 പ്രാവശ്യം ഈ പുസ്തകത്തിലുണ്ട്. ഇസ്രയേലിന്റെ പരിശുദ്ധൻ എന്ന നാമം ഏതാണ്ട് 30 പ്രാവശ്യം ഈ പുസ്തകത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നുള്ള പ്രയോഗം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിന്മേലും പരമാധികാരത്തോടെ വാഴുന്ന ദൈവത്തെ അവതരിപ്പിക്കുകയാണ്. ഇതിനെ പ്രത്യേകിച്ച് രണ്ടായിട്ട് തിരിക്കുമ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള 2 ഭാഗങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലേക്കും കടന്നു വരുന്ന നിലയിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഉന്നതനായിട്ടുള്ള ദൈവത്തിന്റെ മഹത്വത്തെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. സിംഹാസനസ്ഥനായിരിക്കുന്നതായിട്ടുള്ള ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ച പ്രവാചകൻ കാണുകയാണ്. എന്നാൽ 52, 53 അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ദാസനായി ദൈവിക നിയോഗം ഏറ്റെടുത്ത് ഇറങ്ങി വന്നിരുന്ന സിംഹാസനസ്ഥനായിരിക്കുന്ന ദൈവം ദാസനായി ഇറങ്ങി വരുന്നതായിട്ടുള്ള ആ അനുഭവത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെതായിട്ടുള്ള ആകമാനമായിരിക്കുന്ന സന്ദേശവും. ഉന്നതനായിരിക്കുന്ന ദൈവം മനുഷ്യന്റെ വീണ്ടെടുപ്പിനായിട്ട് ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് ദാസരൂപമെടുത്ത് രൂപമില്ലാത്തവനായി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് ലഭിച്ചതായിട്ടുള്ള സൗഖ്യത്തെ മനോഹരമായി, നമുക്ക് ലഭിച്ചതായിട്ടുള്ള വീണ്ടെടുപ്പിനെ മനോഹരമായിട്ട് ഈ പുസ്തകം രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം രക്ഷയോടുള്ള ബന്ധത്തിൽ, ദൈവികമായ പദ്ധതിയോടുള്ള ബന്ധത്തിൽ, മനുഷ്യനോടുള്ള കരുണയോടുള്ള ബന്ധത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ഇതൊക്കെയാണ് ഈ പുസ്തകത്തിന്റെ സവിശേഷതയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 2, അടുത്തതായിട്ട് ഇതിന്റെ ലക്ഷ്യം എന്താണ്? എല്ലാ പ്രവചന ഗ്രന്ഥങ്ങളുടെയും പ്രവാചകന്മാരുടെയും ദൗത്യം സമാനമാണ്, ഒരുപോലെയാണ്. അവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ യഹൂദ ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുക എന്നുള്ളതാണ്. ദൈവികമായ അരുളപ്പാടിന്റെ ലക്ഷ്യം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. മശിഹായുടെ വരവിനായിട്ട് ഒരുങ്ങിയിരിക്കുവാൻ ഈ പുസ്തകം ആഹ്വാനം നൽകുമ്പോൾ മറ്റ് ഇതര പ്രവചന ഗ്രന്ഥങ്ങളെ പോലെ തന്നെ ഈ പുസ്തകവും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഹ്വാനം നൽകുന്നു. ഈ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ആഹ്വാനം ഈ പുസ്തകം നൽകുമ്പോൾ അതിന്റെ കാരണം വളരെ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എന്താ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നതിന്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നുപോയി എന്നുള്ളതാണ്. മനുഷ്യന്റെ പാപത്തെയും ദൈവത്തിനെതിരെയുള്ള മത്സരത്തെയും ഈ പുസ്തകം ആ നിലയിൽ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകത്തെ നമ്മൾ വിഭജിക്കുമ്പോൾ 1 മുതലുള്ള അധ്യായങ്ങൾ, 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് ന്യായവിധിയുടെ വചനങ്ങളാണ്. ദൈവത്തിനെതിരെ മത്സരിക്കുന്നതായിട്ടുള്ള ജനത്തെ ന്യായം വിധിക്കുന്നവനായിട്ടുള്ള ദൈവത്തെ മറക്കുന്നവരെ ന്യായം വിധിക്കുന്നവനായിട്ടുള്ള ദൈവം. പ്രത്യേകിച്ച് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവികമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഉടമ്പടിക്ക് അവർ
അവർ അവകാശികളായി തീർന്നു. അവർക്ക് നൽകപ്പെട്ടിരുന്നതായിട്ടുള്ള നിയോഗം അത്യുന്നതനായിട്ടുള്ള ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അത്യുന്നതനായിട്ടുള്ള ദൈവത്തിന്റെ മഹത്വത്തിന് സാക്ഷികളായി തീരുവാൻ നിയോഗിക്കപ്പെട്ടതായിട്ടുള്ള ഈ ദൈവത്തിന്റെ ജനം താൽക്കാലികമായിട്ടാണെങ്കിലും ആ ദൈവത്തെ മറന്ന് അകന്നു പോകുന്നതായിട്ടുള്ള കാഴ്ച വേദനാജനകമാണ്. അവർ മടങ്ങി വരുവാൻ വേണ്ടി പലവിധമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകൾ ദൈവം നൽകുന്നുണ്ട്. പലവിധമായിട്ടുള്ള താക്കീതുകൾ ദൈവം നൽകുന്നുണ്ട്. ദൈവികമായ ഉദ്ദേശം അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രവചന ഗ്രന്ഥത്തിലും അവരുടെ പാപത്തെ അക്കമിട്ട് നിരത്തുന്നു. ദൈവത്തെ മറക്കുന്നു, ദൈവത്തോട് നന്ദികേട് കാണിക്കുന്നു, ദൈവത്തോട് മത്സരിക്കുന്നു. ദൈവത്തെ മറന്ന് ദൈവം നൽകിയതായിട്ടുള്ള നന്മകളിൽ തൃപ്തരാകാതെ ദൈവത്തോട് നന്ദികേട് കാണിച്ച് ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നതായിട്ടുള്ള മനോഭാവത്തെ ദൈവം ന്യായം വിധിക്കും എന്നുള്ളത് തന്നെയാണ് ദൈവികമായിട്ടുള്ള സന്ദേശം. അതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ സന്ദേശം വളരെ വ്യക്തമാണ്. ദൈവം അത്യുന്നതനാണെന്നും ദൈവത്തിനോട് മത്സരിക്കുക എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ ദൈവം അത് അംഗീകരിക്കുകയില്ല എന്നുള്ളതും അതിന്മേൽ ദൈവികമായിട്ടുള്ള ന്യായവിധി ഉണ്ടാകുമെന്നുള്ളത് ഈ പുസ്തകം നന്നായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ മാത്രമാണ് ദൈവത്തെ മറന്ന് അന്യ ദൈവങ്ങളിലേക്ക്, വിഗ്രഹങ്ങളിലേക്ക് മനം തിരിഞ്ഞതായിട്ടുള്ള ദൈവത്തിന്റെ ജനത്തോട് അത്യുന്നതനായിട്ടുള്ള ദൈവം അവരോടുള്ള കരുണ നിമിത്തം, അവരോടുള്ള കൃപ നിമിത്തം, അവരോടുള്ള കരുതൽ നിമിത്തം ഓർമ്മപ്പെടുത്തുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ മാത്രമാണ് ഉന്നതനും ഉയർന്നവനും ശ്രേഷ്ഠനും. 6-ാം അധ്യായം 1-ാം വാക്യം പ്രവാചകൻ എന്തുകൊണ്ട് ഈ പ്രവചന ശുശ്രൂഷ നിർവഹിക്കുന്നു എന്നുള്ളതിന്റെ ആധികാരികതയെ അടയാളപ്പെടുത്തുകയാണ്. താൻ കണ്ടതായിട്ടുള്ള കാര്യത്തെ വ്യക്തതയോടെ രേഖപ്പെടുത്തുന്നു. 52 വർഷം യഹൂദ ഭരിച്ചിരുന്നതായിട്ടുള്ള സമൃദ്ധമായ ഒരു കാലഘട്ടം യഹൂദയ്ക്ക് നൽകിയതായിട്ടുള്ള ഉസിയ രാജാവ് കാലം ചെയ്തു. 9 വയസ്സ് മാത്രം പ്രായമുള്ള യോഥാം രാജകുമാരനാണ് ഇനി സിംഹാസനസ്ഥനാകാനായിട്ട് പോകുന്നത്. ഇനി എന്ത് എന്നുള്ളതായിട്ടുള്ള ചിന്ത ഭരിക്കുന്നതായിട്ടുള്ള പ്രവാചകന്റെ മുമ്പിൽ ഉസിയാവിനേക്കാൾ ഉന്നതമായിരിക്കുന്ന, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന അത്യുന്നതനായിട്ടുള്ള ദൈവത്തിന്റെ കാഴ്ച കാണുകയാണ്. ദൈവികമായ കാഴ്ച, ദൈവത്തെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് വ്യക്തിപരമായ ഒരു അഭിമുഖം ഉണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വ്യതിയാനം ഉണ്ടാകുന്നത്. ആർക്കും നീക്കം വരുത്തുവാൻ കഴിയാത്തതായിട്ടുള്ള ഉന്നതമായ ദൈവസിംഹാസനത്തിന്റെ ചിത്രം പ്രവാചകന് ആശ്വാസം നൽകുന്നതാണ്. അത് ഓർമ്മപ്പെടുത്തുന്നു. മാറ്റം വരാത്ത സിംഹാസനസ്ഥനായവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ മാത്രമാണ്. അവൻ ഉന്നതനും ഉയർന്നവനും ശ്രേഷ്ഠനും ആണ് എന്നുള്ള സത്യത്തെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് മറ്റൊന്നിനും ഈ ഉന്നതനായ ദൈവത്തോട് താരതമ്യം ചെയ്യുവാനായിട്ട് സാധ്യമല്ല. ഈ ഉന്നതനായ ദൈവത്തിനു മുകളിൽ സകല രാജ്യത്വത്തിനു മീതെ രാജാധിരാജാവായി കർത്താവായി വിരാജിക്കുന്ന ഈ ഉന്നതനായ ദൈവത്തിനോട് തുലനപ്പെടുത്തുവാൻ മറ്റൊന്നിനും സാധ്യമല്ല എന്നുള്ളതായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ പ്രവാചകൻ തന്റെ ജനത്തിലേക്ക് നൽകുന്നു. അതുകൊണ്ട് ഈ ഉന്നതനായിട്ടുള്ള അവരുടെ പിതാക്കന്മാരുടെ ദൈവമായിരിക്കുന്ന, ജീവിക്കുന്ന ദൈവമായിരിക്കുന്ന ദൈവത്തിങ്കിലേക്ക്, യഹോവയെങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ആഹ്വാനമാണ് ഈ പ്രവചന ഗ്രന്ഥത്തിൽ കൂടെ നൽകുന്നത്. അതുകൊണ്ട് ഈ ഉന്നതനായിട്ടുള്ള ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ 3 നിലകളിൽ അതിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഒന്ന്, രാജാക്കന്മാർ പ്രതിസന്ധികളിൽ രാജ്യത്തെ സംരക്ഷിക്കുവാൻ മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കാതെ അവർ ദൈവത്തിൽ, യഹോവയിൽ ആശ്രയിക്കുന്നവരാകണം. രണ്ടാമതായിട്ട് സാധാരണക്കാർക്ക് ദൈവികമായ ഉപദേശം, നീതിയും ന്യായവും ധർമ്മവും സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആയതിനാൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ, ബലഹീനരായിട്ടുള്ള മനുഷ്യരെ, ദരിദ്രരായിട്ടുള്ള മനുഷ്യരെ ചൂഷണം ചെയ്യുന്നത് നിർത്തിയിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക. അതായത് അവരെ ചൂഷണം ചെയ്യുക എന്ന് പറയുമ്പോൾ, അവരെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ദൈവത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്, ദൈവത്തിന് എതിര് നിൽക്കുന്നതിന് തുല്യമാണ്. ഒരു രാജ്യത്തിന്റെ ഭാവി, ദൈവജനത്തിന്റെ ഭാവി ദൈവത്തിലുള്ള രാജാവിന്റെയും ജനത്തിന്റെയും
വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈ ഉന്നതനായിരിക്കുന്ന ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ആഹ്വാനമാണ് ഈ പുസ്തകം നൽകി തരുന്നത്. അതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ സവിശേഷതകളിൽ അതും ഉൾപ്പെടുന്നു. ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യഹൂദ ജനത്തെ മാത്രമല്ല, സർവ്വജനവും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ആഹ്വാനമാണ് ഈ പുസ്തകം നൽകി തരുന്നത്. ഈ പുസ്തകത്തിന്റെ സന്ദേശം ഏറെ പ്രസക്തമാണ്. ഈ പുസ്തകത്തിന്റെ സന്ദേശം വേദപുസ്തകത്തിന്റെ ആകമാനമായിട്ടുള്ള സന്ദേശമാണ്. എന്താ ഈ പുസ്തകത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്? ദൈവം പാപത്തെ ശിക്ഷിക്കുന്നു, ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ പ്രവചനം നൽകപ്പെട്ടിരിക്കുന്നത് ദർശനങ്ങളായിട്ടാണ്. നമ്മൾ 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഈ ദർശനങ്ങൾ ദൈവം നൽകിയതായിട്ടുള്ള ദർശനങ്ങൾ തന്റെ ജനത്തോട് അറിയിക്കുകയാണ്. അതവർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ്. യാതൊരു വിധമായിട്ടുള്ള അലങ്കാരങ്ങളും ഉപമാനങ്ങളും ഇല്ലാതെ നേരിട്ട് ഈ ദർശനം ദൈവത്തിന്റെ ജനത്തോട് അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദർശനം അവർക്ക് വളരെ വ്യക്തതയോടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്താണ് ഈ ദർശനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? ഒന്ന്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ മാത്രമാണ് ഉയർന്നവനും ശ്രേഷ്ഠനും. അവനല്ലാതെ ഒരു ദൈവമില്ല. അവനെ കൂടി അല്ലാതെ രക്ഷ ഒരിക്കലും സാധ്യമാകുകയുമില്ല. അതുകൊണ്ട് ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയെ വളരെ കൃത്യമായി ഊന്നുന്നതായിട്ടുള്ള ഒരു പ്രവചന ഗ്രന്ഥമാണ് യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇനി ഈ പുസ്തകം എന്ന് പറയുമ്പോൾ, ഈ പുസ്തകം നമ്മൾ പറഞ്ഞുവല്ലോ, സിംഹാസനസ്ഥനായിരിക്കുന്ന ദൈവത്തെ 6-ാം അധ്യായത്തിൽ കാണുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ആ ഇൻകാർണേഷനെ വ്യക്തമായി ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നതിന്റെ കാഴ്ച നമുക്ക് ഈ പുസ്തകത്തിന്റെ 2-ാം ഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് 1-ാം ഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം 6-ാം അധ്യായമാണ് എന്നുണ്ടെങ്കിൽ അവിടെ കാണുന്നു, കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നു. ദൈവമായി ഉന്നതനായി സാറാഫുകൾ ആരാധിക്കുന്ന അത്യുന്നതനായിട്ടുള്ള സിംഹാസനസ്ഥനായിരിക്കുന്നതായിട്ടുള്ള കാഴ്ച 6-ാം അധ്യായം രേഖപ്പെടുത്തുന്നു എന്നുണ്ടെങ്കിൽ 2-ാം ഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള അധ്യായം 52, 53 അധ്യായങ്ങളാണ്. അവിടെ 2 ചിറക് കൊണ്ട് മുഖം മൂടി, 2 ചിറക് കൊണ്ട് പാദം മൂടി, 2 ചിറക് കൊണ്ട് പറന്ന് ആരാധിച്ച സാറാഫുകൾ ആരാധിച്ച സൈന്യങ്ങളുടെ ദൈവമായ യഹോവ 52-ാം അധ്യായത്തിലും 53-ാം അധ്യായത്തിലേക്കും കടന്നു വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവന്റെ രൂപം കണ്ടാൽ ആളല്ലെന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നും വിധം വിരൂപമായിരിക്കൊണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ തന്റെ ഉന്നതി വെടിഞ്ഞ് മണ്ണിലേക്ക് ഇറങ്ങി വന്ന, അതിനായി നിയോഗിക്കപ്പെട്ട അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ ക്രൂശിൽ പൂർത്തീകരിച്ചതായിട്ടുള്ള ആ രക്ഷയുടെ പ്രവൃത്തിയെ വളരെ വിശദമായി തന്നെ പ്രവാചകൻ മുൻകൂട്ടി തന്നെ പ്രവചിച്ചിരിക്കുകയാണ്. 53-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, തന്നെത്താൻ താഴ്ത്തി അവൻ വായ് തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ് തുറക്കാതിരുന്നു. ഉന്നതനായിരിക്കുന്ന ദൈവം ദാസരൂപം എടുത്തതായിട്ടുള്ള കാഴ്ചയുടെ വിശദീകരണം. ആ നിലയിൽ ഈ പുസ്തകം എത്രത്തോളം രക്ഷയുടെ മഹത്വത്തെ വിളിച്ചോതുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിന്റെ ആകമാനമുള്ള ചിന്താവിഷയം രക്ഷ, വീണ്ടെടുപ്പ് എന്നുള്ളതാണെങ്കിൽ, വേദപുസ്തകം ആകമാനം അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ് എന്നുണ്ടെങ്കിൽ, ആ ക്രിസ്തുവിൽ കൂടെ മാത്രം ലഭ്യമാകുന്ന രക്ഷയുടെ മഹോന്നതിയാണ് വേദപുസ്തകത്തിന്റെ വാക്കുകൾ വെളിപ്പെടുത്തുന്നത് എന്നുണ്ടെങ്കിൽ, ഈ പ്രവചന ഗ്രന്ഥം
അതിനെയൊക്കെയും സംക്ഷിപ്തപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സന്ദേശം വളരെ വ്യക്തമാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ട് ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിന്റെ മശിഹയാകുന്നു ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളത് ഈ ഗ്രന്ഥം വളരെ വിശദമായി വ്യക്തമായി വരച്ചു കാട്ടുകയാണ്. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തിന്റെ, ഈ പ്രവചന ഗ്രന്ഥത്തിന്റെ ഓരോ വരികളിലും തെളിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഖമാണ്. ഈ പ്രവചന ഗ്രന്ഥത്തിന്റെ ഓരോ വരികളും നമ്മളോട് പറയുന്നത് നമ്മോടുള്ള ദൈവത്തിന്റെ ഉന്നതമായ കരുതലാണ്. ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിൽ നിന്നും അകന്നുപോയി നിത്യമായ ശിക്ഷാവിധിക്ക് അർഹരായി തീർന്ന മനുഷ്യനെ ദൈവം തന്നെ തന്നെ ഒഴിച്ച് ഇറങ്ങി വന്ന് കരുണാസമ്പന്നനായവൻ നമ്മെ സ്നേഹിച്ച ആ മഹൽ സ്നേഹം നിമിത്തം നമ്മെ വീണ്ടെടുത്തതായിട്ടുള്ള രക്ഷണ്യ പ്രവൃത്തിയുടെ മഹോന്നതി ഈ ഗ്രന്ഥം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അതിന്റെ ഗുണഭോക്താക്കളായി തീരുമ്പോൾ ഈ സന്ദേശം എത്രത്തോളം ഈ കാലഘട്ടത്തിലും പ്രസക്തമാണ് എന്ന് നാം മറന്നു പോകരുത്. ഈ ഗ്രന്ഥത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു മെഷിയാനിക് കൺസെപ്റ്റ് എത്രത്തോളം ഇതിനകത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. മശിഹ എന്ന പദം അഭിഷക്തൻ എന്നർത്ഥമാണ് നൽകുന്നതെന്ന് നമുക്കറിയാം. എന്താ ഈ മശിഹയുടെ പ്രത്യേകത? 1-ാം അധ്യായം മുതൽ 37-ാം അധ്യായം വരെ കർത്താവായ യേശു ക്രിസ്തു നിയോഗിക്കപ്പെട്ടതായിട്ടുള്ള ദൈവത്തിന്റെ പുത്രൻ, മനുഷ്യന്റെ വീണ്ടെടുപ്പിനായി മണ്ണിൽ ഇറങ്ങി വന്നതായിട്ടുള്ള ഈ ദൈവം രാജാവായ മശിഹയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 മുതൽ 37 വരെയുള്ള അധ്യായങ്ങളിൽ മശിഹ ആസ് ദ കിങ്, രാജാവായിരിക്കുന്നതായിട്ടുള്ള മശിഹ, നമുക്ക് സിയോനിൽ നിന്ന് വാണരുളുന്നതായിട്ടുള്ള മശിഹ. ഇനിയും 38 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് ഈ പ്രവചന ഗ്രന്ഥത്തെ നമ്മൾ വിഭജിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ശുശ്രൂഷകനായിട്ടുള്ള മശിഹ ആസ് ദ സർവന്റ്, ഉന്നതനായിരിക്കുന്നതായിട്ടുള്ള ദൈവം ദാസരൂപമെടുത്ത് ദാസനായി വന്നതിൻ്റെതായിട്ടുള്ള വിശദീകരണം 38 മുതൽ 55 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി വീണ്ടും 56 മുതൽ 66 വരെയുള്ള അധ്യായങ്ങളിൽ ജേതാവും അഭിഷക്തനുമായിട്ടുള്ള മശിഹായെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആസ് അനോയിന്റഡ് കോൺക്രർ, ജേതാവും അഭിഷക്തനുമായിട്ടുള്ള മശിഹ 56 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ രേഖപ്പെടുത്തുന്നു. എന്താണ് ഈ മശിഹയുടെ പ്രത്യേകതകൾ? അതും ഈ പ്രവചന ഗ്രന്ഥത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. മശിഹ വചനത്താലും ആത്മാവാലും നിറയപ്പെട്ടവനാണ്. ക്രിസ്തു വചനത്താലും ആത്മാവാലും നിറയപ്പെട്ടവനാണ്. 2, ഈ മശിഹയുടെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം എന്താണ്? മശിഹയുടെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം നീതിയാണ്. 3, ദാവീദിന്റെ വംശാവലിയിലുള്ളവനാണ്. 9-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, 11-ാം അധ്യായം 1-ാം വാക്യം, 55-ാം അധ്യായം 3-ാം വാക്യം, 63-ാം അധ്യായം 1-ാം വാക്യം ദാവീദിന്റെ വംശത്തിൽ ജനിച്ചതായിട്ടുള്ള മശിഹായുടെ ശ്രേഷ്ഠതയായിട്ട് നമുക്കിവിടെ കാണാം. 2, യഹൂദന്മാരെയും ജാതികളെയും ഒരുപോലെ സ്വീകരിക്കുന്ന, സർവ്വജനത്തെയും ഒരുപോലെ കൈക്കൊള്ളുന്നവനാണ് മശിഹ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും മശിഹയുടെ പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട്. 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ സിയോനെ വീണ്ടെടുക്കുന്നവനാണ് മശിഹ. 19-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, 27, 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, 42-ാം അധ്യായം 1 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ, 49-ാം അധ്യായം, ഇതൊക്കെയും മശിഹയുടെ മറ്റൊരു പ്രത്യേകതയെ ചൂണ്ടിക്കാണിക്കുന്നു. ജാതികളെ കൂട്ടിവരുത്തും മശിഹ എന്നുള്ളത്. എല്ലാവരെയും ഒന്നാക്കി വീണ്ടെടുക്കുന്നതായിട്ടുള്ള അതിന് നിയോഗിക്കപ്പെട്ടതായിട്ടുള്ള, അഭിഷേകം ചെയ്യപ്പെട്ടതായിട്ടുള്ള, എങ്ങനെ യഹൂദന്മാർക്ക് മാത്രമല്ല ആ രക്ഷ സർവ്വജാതികളിലേക്കും പരക്കുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയും മശിഹയെ സംബന്ധിച്ച് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരേ സമയം മനുഷ്യനും അതേ സമയം ദൈവവുമാണ് മശിഹ എന്ന് നമുക്ക് ഈ ഗ്രന്ഥത്തിൽ കൂടെ വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. 9-ാം അധ്യായം പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് ഈ പ്രവചന ഗ്രന്ഥത്തിലെ താക്കോൽ വാക്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്നതായിട്ടുള്ള വാക്യമാണ് 9-ാം അധ്യായം 6-ാം വാക്യവും 53-ാം അധ്യായം 5-6 വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നു. ശക്തനായ ദൈവം
ആ ദൈവത്തിൽ കൂടെ നമുക്ക് ലഭ്യമാകുന്നതായിട്ടുള്ള സൗഖ്യവും, മശിഹ ശക്തനായിരിക്കുന്ന ഏക സത്യ ദൈവമാണ്, ആ ദൈവത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള സൗഖ്യത്തെക്കുറിച്ചും വീണ്ടെടുപ്പിനെ കുറിച്ചും ഈ പുസ്തകം രേഖപ്പെടുത്തുന്നു. ആ നിലയിൽ ഈ പുസ്തകം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ വിഭജിച്ച് പഠിക്കുവാനായിട്ട് സാധിക്കും? ഞാൻ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ പുസ്തകത്തെ വിഭജിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഒന്നാം അധ്യായം മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ ന്യായവിധിയുടെ വചനങ്ങളാണ്. ഒന്നാം അധ്യായം മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ ന്യായവിധിയുടെ വചനങ്ങളാണ്. ദൈവം വിശുദ്ധനാണെന്നും പാപത്തോട് സമാരസ്യപ്പെടുന്നവനല്ല എന്നും പാപത്തെ ശിക്ഷിക്കുന്നവനാണ് എന്നുമുള്ളതായിട്ടുള്ള സത്യത്തെ അടിവരയിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. രക്ഷയുടെ ആവശ്യകതയെ വിളിച്ചോതുന്നതായിട്ടുള്ള അധ്യായങ്ങളാണ് 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ. അതിൽ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ യഹൂദയെക്കുറിച്ചുള്ള പ്രവചനമാണ്. 13 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ ഇതര ദേശങ്ങൾക്കുള്ളതായിട്ടുള്ള വചനമാണ്. ഇവിടെ രണ്ടും പ്രധാനമായിട്ടും അഡ്രസ് ചെയ്യപ്പെടുന്നത് വരുവാൻ പോകുന്ന ന്യായവിധിയെ സംബന്ധിച്ചാണ്. ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നത് കൊണ്ട്, ദൈവത്തോട് മത്സരിക്കുന്നത് കൊണ്ട്, തങ്ങളുടെ ഉടയവനെ വിട്ട് അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നത് കൊണ്ട്, ജീവനുള്ള ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിക്കുന്നത് കൊണ്ട് അവിശ്വാസം കൊണ്ടുവരുന്നതായിട്ടുള്ള ന്യായവിധിയുടെ ആഴവേറിയ അവസ്ഥയെ, ഭീകരമായ അവസ്ഥയെ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ 40 മുതൽ 57 വരെയുള്ള അധ്യായങ്ങളിൽ കരുതലിന്റെ വചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് വിടുതലിന്റെ വചനമാണ്. ആശ്വാസപ്രദമായിട്ടുള്ള വചനങ്ങൾ 40 അധ്യായം മുതൽ 57 അധ്യായം വരെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപം ന്യായവിധിയെ ക്ഷണിച്ചു വരുത്തുന്നു എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ കരുണാസമ്പന്നതയും ദൈവത്തിന് നമ്മളോടുള്ളതായിട്ടുള്ള, തന്റെ ജനത്തോടുള്ളതായിട്ടുള്ള സ്നേഹവും കരുതലും അത് ദൈവികമായിട്ടുള്ള വിടുതലായിട്ട് ഭവിക്കുന്നു എന്നുള്ളതാണ് ഈ അധ്യായങ്ങൾ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് ആശ്വാസത്തിൻ്റെതാണ്, അത് പ്രത്യാശയുടേതാണ്. വിടുതലിന്റെ വചനങ്ങൾ 40 അധ്യായം മുതൽ 57 അധ്യായം വരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 58 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ ഭാവിയെ സംബന്ധിച്ചുള്ളതായിട്ടുള്ള പ്രവചനമാണ്. ഭാവിയെ സംബന്ധിച്ചതായിട്ടുള്ള പ്രവചനം, എങ്ങനെ ദൈവം ഈ ഭൂമിയെ, എങ്ങനെ ദൈവം തന്റെ രാജ്യത്തെ സ്ഥാപിച്ച് ഇതിനെ വീണ്ടും പുതിയതായി കെട്ടുപണി ചെയ്യും എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ നിലയിൽ ഈ ലോകത്തിന്റെ ഏതാണ്ട് അവസാന സമയം വരെയും നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ചെറിയ കാലയളവിലേക്ക് പരിമിതപ്പെടുത്തുകയല്ല, അവസാനം വരെയും നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രവചനത്തെ, അത് ജനത്തിന് ആശ്വാസം നൽകുന്നതാണ്, വിടുതൽ നൽകുന്നതാണ്, പ്രത്യാശ നൽകുന്നതാണ്. ആ പ്രവചനത്തെ ഈ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ, 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ വരുന്നതായിട്ടുള്ള ന്യായവിധിയെക്കുറിച്ച്, ദൈവികമായ ന്യായവിധിയെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ 40 മുതൽ 57 വരെയുള്ള അധ്യായങ്ങൾ ആ ന്യായവിധിയിൽ നിന്നും ജനത്തിന് ലഭ്യമാകുവാൻ പോകുന്ന വീണ്ടെടുപ്പിനെ സംബന്ധിച്ച്, ആശ്വാസത്തെ സംബന്ധിച്ച്, വിടുതലിനെ സംബന്ധിച്ച്, രക്ഷയെ സംബന്ധിച്ച് രേഖപ്പെടുത്തുന്നു. 58 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ ഭാവിയെ സംബന്ധിച്ചും രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ രക്ഷയെ സംക്ഷിപ്തമാക്കുന്ന, വീണ്ടെടുപ്പിനെ നന്നായി വിശദീകരിക്കുന്ന, ദൈവത്തിന്റെ കരുണയും കൃപയും ഓർമ്മപ്പെടുത്തുന്ന, വിശദീകരിക്കുന്ന, വിവരിക്കുന്ന ഈ പ്രവചന ഗ്രന്ഥം തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീകമായ അഭിവൃദ്ധിക്കും, നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായിട്ടുള്ള വിളി, തെരഞ്ഞെടുപ്പ്, അതിനെ സാക്ഷാത്കരിക്കാനായിട്ടുള്ള നിയോഗത്തെ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം നമ്മെ ഉത്സാഹിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ ഗ്രന്ഥത്തെ നമുക്ക് സമീപിക്കാം. നിങ്ങൾ കേവലം വായിച്ചു പോകാതെ ഈ ദൈവികമായിട്ടുള്ള സത്യങ്ങൾ ഇതിനകത്ത് ഉള്ളടങ്ങിയിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ട് ഇതിൽ നിന്നും വായിച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഏറെ പ്രാധാന്യത്തോടെ, ഏറെ ശ്രദ്ധയോടെ ഈ പുസ്തകത്തെ സമീപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.